അല്പകാലം വേർവിട്ട് പോയത് അവനെ സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. പ്രൈസ് ഗോഡ്. ഒരു ചെറിയ വാക്യമാണ്. ആ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഒനേസിമോസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഒനേസിമോസിനെ കുറിച്ചാണ് പറയുന്നത്. അവൻ അല്പകാലം വേർവിട്ട് പോയത് അവന് സദാകാലത്തേക്കും നിനക്ക് ലഭിക്കേണ്ടതിനായിരിക്കും. പ്രൈസ് ഗോഡ്. അല്പകാലത്തേക്ക് വേർവിട്ട് പോയത് സദാകാലത്തേക്കും നിനക്ക് ലഭിക്കുവാൻ. സ്തോത്രം. സദാകാലത്തേക്കും ഒനേസിമോസിനെ ലഭിക്കുവാൻ ഇടയായി തീർന്നത് ആ അല്പകാലത്തിൻ്റെ ഉള്ളിൽ പൗലോസ് മുഖാന്തരം ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നുകൂടെ മനസ്സിലാക്കണം, സദാകാലത്തേക്കും ഒനേസിമോസിനെ ലഭ്യമാകാനുള്ള കാരണം ആ അല്പകാലത്തിൻ്റെ ഉള്ളിൽ പൗലോസ് മുഖാന്തരം ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ, സ്തോത്രം, ഒനേസിമോസിൻ്റെ ജീവിതത്തിലുണ്ടായി. ഒനേസിമോസ് ആരാണെന്ന് ചോദിച്ചാൽ അകൃത്യം ചെയ്തവന്, ലംഘനം നടത്തിയവന്, പാപം ചെയ്തവന്. സ്തോത്രം. അവൻ ഫിലേമോൻ്റെ, സ്തോത്രം, ജോലിക്കാരനായിരുന്നു. അവിടെ അവിശ്വസ്തത കാണിച്ച് അവിടെ നിന്നൊരു മുങ്ങിയതാണ്. സ്തോത്രം. പക്ഷേ പൗലോസ് മുഖാന്തരം ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ടായപ്പോൾ അവനിൽ മാനസാന്തരമുണ്ടായി, അവനിൽ പാപബോധമുണ്ടായി, അവനിൽ പശ്ചാത്താപമുണ്ടായി. അവൻ പാപങ്ങളും അകൃത്യങ്ങളും ലംഘനങ്ങളും എല്ലാം ഏറ്റുപറഞ്ഞു രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. സ്തോത്രം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ നമുക്ക് അല്പകാലമേ ഉള്ളൂ. സ്തോത്രം. അല്പകാലമേ ഉള്ളൂ. ഈ അല്പകാലം എന്തിനാണെന്നറിയാമോ? നമ്മുടെ ദൈവത്തെ ഒന്ന് അറിയുവാൻ, ആ രക്ഷയൊന്ന് അനുഭവിക്കുവാൻ, ആ വീണ്ടെടുപ്പൊന്ന് രുചിച്ചറിയുവാൻ. സ്തോത്രം.